നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇറങ്ങിയതാണ് കെ ബി ഗണേഷ് കുമാർ. 24 മണിക്കൂറും സുരേഷ് ഗോപിയെ കാണുമ്പോൾ കുശുമ്പും കുന്നായ്മയും പിടിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ. എന്നാൽ ഗണേഷ് കുമാറിന്റെ ഈ ചൊറിച്ചിലിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന്, ഒരിക്കലും കേന്ദ്രമന്ത്രിയാകില്ല എന്നും സുരേഷ് ഗോപിക്ക് മുകളിലേക്ക് എത്താൻ കഴിയില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ ബോധ്യം. BJP-യിലേക്ക് ചേരാനും കഴിയില്ലല്ലോ. മറ്റൊന്ന്, അതിലും അപ്പുറത്തേക്ക് ഒരു നല്ല കുടുംബം അദ്ദേഹം കൊണ്ടു നടക്കുന്നതിന്റെ ഫ്രസ്ട്രേഷൻ. ഇത് രണ്ടും കെ ബി ഗണേഷ് കുമാറിനുണ്ടെന്ന് വ്യക്തമാവുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോഴും സുരേഷ് ഗോപി സിനിമാ താരവുമായിരുന്നപ്പോഴും ഒക്കെ സുരേഷ് ഗോപിയുടെ കുടുംബം, സുരേഷ് ഗോപിയുടെ സഹോദരനടക്കം സുരേഷ് ഗോപിയോടൊപ്പമുണ്ട്. എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് സ്വന്തം അച്ഛൻ തന്റെ മകനല്ല എന്ന് വരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി മന്ത്രിയായി അച്ഛനെ ഒരിക്കൽ പോലും കാണാൻ പോലും ചെല്ലാതെ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങാൻ നോക്കിയ ആളാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് നമുക്കറിയാം. അച്ഛൻ ഒരു കാലത്ത് വലിയ രീതിയിൽ തന്റെ ആയിപ്പോയല്ലോ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പോലും അദ്ദേഹം നടത്തി. തന്റെ മകനല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അവസാന കാലത്ത് അച്ഛനുമായി വലിയ അടുപ്പത്തിലായിരുന്നു എന്ന് കെ ബി ഗണേഷ് കുമാർ പറയുന്നു. ബാലകൃഷ്ണപിള്ളയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടുമില്ല. ബാലകൃഷ്ണപിള്ള മരിച്ച ശേഷം കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് രംഗത്ത് വന്നു. ഒരു തവണയല്ല, പലതവണ. അവർ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് വളരെ കൃത്യവും വ്യക്തവുമാണെന്ന് നമുക്കറിയാം. കെ ബി ഗണേഷ് കുമാർ ശ്രീവിദ്യയുടെ സ്വത്ത് മോഷ്ടിച്ചു എന്ന ആരോപണം നേരിട്ടിട്ടുണ്ടെന്ന കാര്യവും അത് കേസായി ഇപ്പോഴും കോടതിയിലുണ്ടെന്നും നമുക്കറിയുന്ന കാര്യവുമാണ്. ഇതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ മുഖമുദ്രയാക്കി സ്ത്രീ വിഷയത്തിൽ വളരെ മോശമായ പേരുകളുള്ള ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രസ്താവന നടത്തി. കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ചാണ്ടി ഉമ്മനെ പറ്റി എന്തൊക്കെയോ പറയുമെന്നാണ്. ഏതായാലും കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരിയും കെ ബി ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയും കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛനുമൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ചാണ്ടി ഉമ്മനെ പറ്റി പറയാൻ ഒന്നും ഉണ്ടാകുമെന്ന് കേരളീയ പൊതുസമൂഹം കരുതുന്നില്ല. ആകെ പറയാനുള്ളത് കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ സ്വത്തായും നാട്ടിലുള്ള എല്ലാവരുടെയും സ്വത്തായും വെച്ചുകൊണ്ടിരുന്ന സോളാർ ഏരിയയെ പറ്റി മാത്രമായിരിക്കും. അത്തരത്തിലൊരു ആരോപണം വന്നു ഉയർന്നെങ്കിലും പിന്നീട് അതിലൊരു വ്യക്തതയും വന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയിലേക്ക് ആ ആരോപണം ഫോക്കസ് ചെയ്യുന്നതിൽ വളരെ വിദഗ്ധമായി കെ ബി ഗണേഷ് കുമാർ വിജയിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയെ സംശയനിഴലിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയനിഴലിലാക്കി എന്ന് പറയാൻ കഴിയില്ല, കാരണം ആർക്കും അദ്ദേഹത്തെ സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെ ഒരു വിവാദത്തിൽ അകപ്പെടുത്താൻ കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞു. കെ ബി ഗണേഷ് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഉഷ മോഹൻദാസും രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ പറയരുത് എന്ന്, അദ്ദേഹം അങ്ങനെ ഒരു വിഷയത്തിൽ ഉൾപ്പെടില്ല എന്ന് തന്റെ അച്ഛൻ പോലും വിശ്വസിച്ചിരുന്നുവെന്ന് ഉഷ മോഹൻദാസും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് നിരവധി സ്ത്രീകളുമായി ബന്ധമുള്ള ഒരാളായിരുന്നു കെ ബി ഗണേഷ് കുമാർ. അവസാനം ഇപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിച്ചെങ്കിലും പലരുമായി ബന്ധപ്പെട്ട് പേരുകൾ കേട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. അതിനൊക്കെ യാമിനി തങ്കച്ചി അടക്കം അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുമുണ്ട്. അക്കാലത്ത് യാമിനി ഞാനുമായി നല്ല ബന്ധമായിരുന്നു. ഈ ഗണേഷ് കുമാറുമായി പ്രശ്നം നടക്കുന്ന കാലത്ത് ചില വിഷയങ്ങൾ യാമിനി നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെയാണ്, ആ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസും ചാനലിലും അല്ലാതെ പറഞ്ഞും പറയാതെയും ഒക്കെ തീർച്ചയായും പറയുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ ഒത്തുതീർപ്പിനെ പറ്റി, പണം കൊടുത്തു പോലും സോളാർ തട്ടിപ്പുകാരിയെ ഒതുക്കിയതിനെ പറ്റി, സോളാർ തട്ടിപ്പുകാരിയുടെ കുട്ടിയടക്കം പലയിടങ്ങളിലും ഗണേഷ് കുമാറിന്റെ കുട്ടികൾ വളരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നതടക്കമുള്ള ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളുടെയൊക്കെ നിഴലിൽ നിന്നുകൊണ്ടാണ് താൻ വലിയ വിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാത്ത കെ ബി ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നു, ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുന്നു, തന്നെ വെളുപ്പിക്കാൻ നോക്കുന്നു, കൂടെ സുരേഷ് ഗോപിയെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനാപുരത്ത് പരാജയം മണത്തിരിക്കുന്നു എന്നുള്ളതാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ പതനമുണ്ടാകുമോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചാൽ അതിന് മറ്റൊരർത്ഥവും തിരിയാനും കഴിയില്ല. ഏതായാലും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഉഷ മോഹൻദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിപദം തെറിപ്പിച്ചതുപോലും ഉഷ മോഹൻദാസിന്റെ ഇടപെടലാണെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മൊഴിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ എന്നാണ്, മൊഴിയെടുക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നുള്ളൂ എന്ന് മാത്രമാണ് ഇപ്പോൾ ഉഷ മോഹൻദാസ് പറയുന്നത്. എന്നാൽ ആ കേസിൽ ഫോറൻസിക് പരിശോധനയിൽ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കെ ബി ഗണേഷ് കുമാറും പറയുന്നു. കെ ബി ഗണേഷ് കുമാറിന്റെ തടങ്കലായിരുന്നു
അവസാന കാലത്ത് ബാലകൃഷ്ണപിള്ള എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ആ സമയത്ത് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുമ്പോൾ വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാകുന്നത് കെ വി ഗണേഷ് കുമാറിന്റെ ഇടപെടൽ തന്നെയാണ്. തന്റെ കുടുംബം നശിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ വീരവാദം മുഴക്കി ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൽ വ്യക്തമായി നമുക്കറിയാൻ കഴിയുന്ന കാര്യം ഉമ്മൻചാണ്ടി ആ വിഷയത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പും ഇവർ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊന്നും അല്ലല്ലോ, ആദ്യം കല്യാണം കഴിച്ച് ആദ്യത്തെ കുട്ടിയുണ്ടായ ഉടനെ തന്നെ ഇവർ തമ്മിൽ പ്രശ്നത്തിലായിരുന്നു. അതിനുശേഷം അന്നും സ്ത്രീ വിഷയമായിരുന്നു. അതിനുശേഷം വീണ്ടും ജസ്റ്റിസ് ഡി ശ്രീദേവി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച് ഒരുമിപ്പിച്ചതാണ് ഇവരെ രണ്ടുപേരെയും. അതിനുശേഷം വീണ്ടും പ്രശ്നമുണ്ടായപ്പോൾ അത് സ്ത്രീ വിഷയം തന്നെയാണെന്നും പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൾഫിലുള്ള കണ്ണൂരുകാരൻ ഒരു ബിസിനസ്സുകാരൻ അടിച്ചതടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ പേരൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ ഒരു ഭാര്യയുമായി ബന്ധമുണ്ടാകുന്നതിന് ഭർത്താവ് കയറി അടിച്ചതടക്കമുള്ള കാര്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും താൻ വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ആ ഗണേഷ് കുമാറിന്റെ ഉളുപ്പില്ലായ്മ, ആ തൊലിക്കട്ടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ പ്രണയമോ പ്രണയപരാജയമോ വിവാഹമോ ഒന്നും തന്നെ ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളല്ല. പക്ഷേ ഇവിടെ അതിൽ കാണിക്കുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ മോശമാണെങ്കിൽ അതാണ് സമൂഹം ചർച്ച ചെയ്യപ്പെടുക. അത്തരത്തിലുള്ള പ്രവൃത്തികൾ മോശമായതുകൊണ്ടാണ് കെ വി ഗണേഷ് കുമാറിന്റെ വിഷയം ഇപ്പോൾ ചർച്ചയാക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യുന്നതിനോട് യോജിക്കുന്ന ആളല്ല ഞാൻ. തൻ്റെ പ്രശ്നങ്ങൾ, തനിക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോഴും താൻ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടു എന്ന് ബോധ്യപ്പെടുമ്പോഴും പലപ്പോഴും പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ താൻ നല്ലവനാണെന്നും മറ്റുള്ളവരൊക്കെ മോശക്കാരനാണെന്നും വരുത്തി തീർക്കാനുള്ള കെ വി ഗണേഷ് കുമാറിന്റെ ആ ഒരു നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക കെ വി ഗണേഷ് കുമാർ താൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. എന്നിട്ട് വേണം സുരേഷ് ഗോപിയെയും മറ്റുള്ളവരെയും ഒക്കെ ആവശ്യമില്ലാത്ത തോന്നിവാസം പറയാൻ.